ഹലോ, അസ്സലാമു അലൈക്കും. നമുക്കൊന്നൊരു റെസിപ്പി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 മുട്ട പൊട്ടിച്ച് ഒരു ബൗളിൽ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതേപോലെ 2 നന്നായിട്ട് പഴുത്ത പഴമാണ്. അപ്പോൾ ഞാൻ നെയ്യ് വേണ്ടവർക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാൻ ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വെക്കുന്നത്. അതിലേക്ക് ഞാൻ ഈ പഴം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പഴുത്ത പഴം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ള കൂടുതൽ പഞ്ചസാര ഇടാൻ ഞാൻ ഒരു നുള്ളിടുന്നുള്ളൂ. പഴത്തിന് നല്ല മധുരമൊന്ന് വീഡിയോ കാണിക്കാൻ വേണ്ടി ഇട്ടെന്ന് മാത്രം. നമുക്ക് കുറച്ച് നേരം മൂടിയൊക്കെ 2-3 മിനിറ്റ്. ഇപ്പം അങ്ങനെ നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് ഗോൾഡൻ കളറായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഇളക്കിയതിന് ശേഷം നമുക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ചത് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലൊന്നും ചെയ്യാനില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടിയെടുത്തതിന് ശേഷം 2 മിനിറ്റ് മൂടി വെച്ചിട്ട് നമുക്ക് സർവ് ചെയ്യാൻ പറ്റുന്നത്. ഇത്രയേ ഉള്ളൂ. അധികം വലിയ ഈസി റെസിപ്പിയാണ്. നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായി. ഞാൻ മൂടി തുറന്നത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മുടെ ഈസി റെസിപ്പി തയ്യാറായി. ഓക്കെ, അസ്സലാമു അലൈക്കും. പഴവും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുക. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നത് 4 മണി പലഹാരമാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും, നമസ്കാരം, ബായ്.